കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഒരാളുടെ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ വർക്കാവൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ വൈബ്രേഷൻ എങ്ങനെ ഉയർത്തണം എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾക്കിവിടെ 2 മെത്തേഡ്സ് ഉണ്ട് പ്രൈമറി ആയിട്ട്. ഒന്ന് നിങ്ങളുടെ ഇമോഷൻസ് ആണ്. രണ്ടാമത്തേത് എപ്പോഴും പറയുന്ന പോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളാണ്. അതിൽ രണ്ടാമത്തെ കാര്യം നമുക്ക് മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം. ഇന്നേക്ക് ഇമോഷൻ കൊണ്ട് എങ്ങനെയാണ് ഒരാളുടെ വൈബ്രേഷൻ ഹൈ ആക്കാം എന്നുള്ളത് നോക്കാം. ഓൾറെഡി കേട്ട് പരിചയമുള്ളവർക്ക് ചിലപ്പോൾ തോന്നും, നമ്മൾ വളരെ ജോയ്ഫുള്ളായിട്ട് നല്ല സന്തോഷവുമുള്ള, സമാധാനമുള്ള, വളരെ ആനന്ദപരമായ ഇമോഷൻസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻ മുകളിലേക്ക് ഉയരും. ഇനി സങ്കടങ്ങളും വിഷമങ്ങളും വേദനകളും ദേഷ്യങ്ങളുമാണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ വൈബ്രേഷൻ താഴെ പോകും. എപ്പോഴാണോ പോസിറ്റീവായി ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയിരിക്കും. എപ്പോഴാണോ നെഗറ്റീവായി ഫീൽ ചെയ്യുന്നത് അപ്പോൾ വൈബ്രേഷൻ താഴോട്ട് പോകും. ഇങ്ങനെയല്ല എല്ലാവരുടെയും അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ അതിലും ഒരു ചെറിയൊരു തിരുത്ത് ആവശ്യമുണ്ട്. അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇമോഷൻസ് ഉപയോഗിച്ച് ഡെഫിനറ്റ്ലി വൈബ്രേഷൻ നമ്മൾക്ക് ഓൾട്ടർ ചെയ്യാൻ സാധിക്കും. ഇവിടെ പ്രധാനമായിട്ടും മനസ്സിൽ പതിപ്പിക്കേണ്ട ഒരു കാര്യം, വൈബ്രേഷൻ ഹൈ ആക്കുന്നതും നിങ്ങൾക്കറിയാം, ലോ ആക്കുന്നതും നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വൈബ്രേഷൻ ഈ കേൾക്കുന്ന എല്ലാവരുടെയും ലോവറുമായിട്ടുണ്ട്, ഹയറുമായിട്ടുണ്ട്. പക്ഷെ ന്യൂട്രൽ എന്ന് പറഞ്ഞ പൊസിഷൻ ആർക്കും അറിയില്ല. എന്താണ് ന്യൂട്രൽ? ഇത്രയേ ഉള്ളൂ. ഫോണിൻ്റെ എക്സാമ്പിൾ എടുക്കുക. നിങ്ങൾ പാട്ട് കേൾക്കുകയാണ്. ഒന്ന് ഹൈ വോളിയം, അല്ലേ? ഹൈ വൈബ്രേഷൻ എന്ന് പറയുന്ന പോലെ നല്ല ഹൈ വോളിയത്തിൽ പാട്ട് കേൾക്കുന്നു. രണ്ടാമത് ലോ വോളിയം. മൂന്നാമത് മ്യൂട്ട്, 0, ഒന്നും ഉണ്ടാവില്ല. ഒന്ന് നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുന്ന പോലെ ഓൺ ചെയ്ത് വെക്കുന്നു, ദെൻ വൈബ്രേഷൻ മോഡിൽ വെക്കുന്നു, ദെൻ മ്യൂട്ട്. അതേപോലെ തന്നെ നമ്മളുടെ വൈബ്രേഷനും ഈ 3 നിലകളുണ്ട്. ഒരിക്കലും ഹൈ വൈബ്രേഷൻ, ലോ വൈബ്രേഷൻ ഈ 2 മാത്രമല്ല, അതിൻ്റെ മിഡിലായിട്ട് ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു വൈബ്രേഷണൽ പോയിൻ്റ് കൂടെ നിലനിൽക്കുന്നുണ്ട്. അത് മനസ്സിലാദ്യം പതിപ്പിച്ച് വയ്ക്കാം. ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഈ 3 ലെവലുകളിൽ ഏത് ലെവലിലാണ് മാനിഫെസ്റ്റേഷൻ വളരെ പെർഫെക്റ്റായി വേഗത്തിൽ മാനിഫെസ്റ്റ് ആവുക? ഹൈയിലാണോ, ലോയിലാണോ, ന്യൂട്രലാണോ? ലോ വൈബ്രേഷൻ ആണെന്ന് ഒരിക്കലും ആരും പറയില്ല. ബട്ട് ബാക്കിയുള്ള എല്ലാവരും പറയാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഹൈ വൈബ്രേഷൻ എന്നുള്ളതായിരിക്കും. റോങ്. ന്യൂട്രലാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഏറ്റവും പെട്ടെന്ന് സംഭവിക്കുക. ഓർ അതിന് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ പ്രപഞ്ചത്തിൻ്റെ സഹായം ഉൾക്കൊണ്ട് CI കോസ്മിക് ഇൻ്റലിജൻസ് ലഭിച്ചുകൊണ്ട് മാനിഫെസ്റ്റേഷൻ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ സ്മൂത്തായിട്ട് ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ ന്യൂട്രൽ ആയിരിക്കുമ്പോൾ മാത്രമാണ്. എന്താണ് ന്യൂട്രൽ? എന്താണ് ഹൈ? എന്താണ് ന്യൂട്രൽ? എന്താണ് ലോ? ഡെഫിനേഷൻ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഹൈയും ലോ ഒക്കെ അറിയാം. ന്യൂട്രൽ എന്താണെന്ന് പറയാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഹൈ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻസ് ഫീൽ ചെയ്യുന്നു. സന്തോഷം അതിലുൾപ്പെട്ട ഒരു കാര്യമാണ്. സമാധാനം, കാമായിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു നമ്മൾക്കൊരു ഡിഫോൾട്ടായിട്ട് ഹയർ വൈബ്രേഷൻ ആയിരിക്കും. പിന്നെ ക്രിയേറ്റീവ് ആണെങ്കിൽ നന്നായിട്ട് എഴുതുന്നവരാണ്, നല്ല വായനാശീലമുള്ളവരാണ്, നല്ല മ്യൂസിക് കേൾക്കുന്നവരാണ്, പാട്ട് പാടുന്നവരാണ്, അല്ലെങ്കിൽ ആർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആയിട്ട് തന്നെ ആയിരിക്കും. അതിൽ പ്രത്യേകിച്ച് നമ്മൾക്കൊരു എക്സ്ട്രാ എഫേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ലോ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമങ്ങളുള്ള സ്ഥിതി, ഒരുപാട് ടെൻഷൻസ് ഉള്ള സ്ഥിതി, ഒരുപാട് സ്ട്രെസ്സ് ഫേസ് ചെയ്യുന്ന നിലകൾ, ആങ്സൈറ്റി ഉള്ള സമയങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിൻ്റെ പേടി, ക്രിറ്റിസിസത്തിൻ്റെ പേടി, ഇതൊക്കെയാണ് നെഗറ്റീവ് വൈബ്രേഷനിൽ പെടുക. ഈ രണ്ടും ക്ലിയർ ആണ്. എന്താണ് ന്യൂട്രൽ? ഈ രണ്ടും ഇല്ലാത്തതാണ് ന്യൂട്രൽ. ഓക്കെ, അതായത് ഹൈയുമില്ല, ലോയുമില്ല, ന്യൂട്രൽ എന്ന് പറഞ്ഞ 0 പോയിൻറ്റ്, വോയിഡ്, ശൂന്യത എന്നൊക്കെ കേൾക്കും, എംപ്റ്റിനെസ് എന്ന് കേൾക്കും. ഇതിനൊരു വേദിക് ലെവൽ സംസാരിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നുള്ള ഒരു ചോദ്യത്തിന് വേദം പറയുന്ന ഉത്തരം ശൂന്യതയിൽ നിന്നാണ്. എന്തിൽ നിന്നാണ്? ശൂന്യത, ഒന്നുമില്ലായ്മയിൽ നിന്ന്, വോയിഡിൽ നിന്ന്, ശൂന്യത്തിൽ നിന്ന്. അതാണ്, അവിടെ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയുന്നു. ക്രിയേഷൻ അവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നു. അവിടെയാണ് ആദ്യമായി ഓംകാരം, പ്രണവമന്ത്രം ഉണ്ടായതെന്ന് പറയുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന മുഴുവൻ പ്രപഞ്ചവും സൃഷ്ടിയും എല്ലാം ഉണ്ടായത്. അതിൽ തന്നെ ഉത്തരമില്ലേ,
എന്തിലൂടെയായിരിക്കും നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുക? വോയിഡിലൂടെ, 0 പോയിൻറ്റിലൂടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ശൂന്യത, ന്യൂട്രൽ വൈബ്രേഷനിലൂടെ. ഇതാണ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ നേരെ തിരിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? നിങ്ങളുടെ വൈബ്രേഷൻ വളരെ ഹൈ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരുപാട് അതിനൊരു തടസ്സങ്ങളുണ്ട്. നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് എത്ര ദിവസം പോസിറ്റീവായിട്ട് നിൽക്കാൻ സാധിക്കും? ഇപ്പോൾ ഇന്നൊരു പല സന്ദർഭങ്ങളിലൂടെ പല സിറ്റുവേഷൻസിലൂടെയൊക്കെ നിങ്ങൾ എങ്ങനെയൊക്കെയോ അടിപൊളിയായിട്ട് ഡീൽ ചെയ്തിട്ട് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുകയാണ്, ഹയർ വൈബ്രേഷനിലൂടെ ഇരിക്കുകയാണ്. പോസിറ്റീവ് ഇമോഷൻസ് വന്നു, ഓക്കെ, അത് പ്രകാരം നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആണ്. എത്ര മണിക്കൂറുകൾ നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്കതിൻ്റെ ഉത്തരം നന്നായിട്ടറിയാം. നല്ല കഷ്ടമാണല്ലേ? 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കഷ്ടപ്പെട്ടിരിക്കും. 24 മണിക്കൂർ ഫുള്ളി പോസിറ്റീവായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. നമ്മൾക്കത് ഫേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ദിവസങ്ങളോളം ഇരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെയും കഷ്ടമായിരിക്കും. പക്ഷേ ഈ ഹയർ വൈബ്രേഷൻ ഡിപ്പെൻഡ് ചെയ്താലുള്ള ഈ പോസിറ്റീവ് ഇമോഷൻസിനെ ഡിപ്പെൻഡ് ചെയ്താലുള്ള കുഴപ്പം, എന്നും നിങ്ങൾ ആനന്ദത്തിലായിരിക്കണം. അതാണ് നമ്മുടെ എല്ലാ യോഗികളും ഋഷികളും വലിയ പണ്ടത്തെ ഗുരുക്കന്മാരൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ആനന്ദത്തോടെ ഇരിക്കൂ. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വൈബ്രേഷൻ ഹൈ ആയിരിക്കും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആനന്ദത്തോടെ ഇരിക്കാൻ നമ്മൾക്ക് പറ്റണ്ടേ അല്ലേ? നമ്മൾ 2-3 മിനിറ്റ് അങ്ങനെ ഇരിക്കുന്നു, കുറച്ച് ദിവസങ്ങൾ നമ്മളത് കീപ്പ് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഡിഫിക്കൽട്ടാണ്. അത് ലോങ് ഡ്യൂറേഷനിൽ ഹോൾഡ് ചെയ്യാൻ വളരെ കഷ്ടമാണ്. അതേപോലെ തന്നെ ലോവർ വൈബ്രേഷനിൽ പെട്ട് കഴിഞ്ഞാൽ അതിന്ന് പുറത്ത് വരാൻ നല്ല കഷ്ടമാണ്. രണ്ടും ഓപ്പോസിറ്റാണ്. ഒരു സ്കെയിൽ എടുത്താൽ അതിൻ്റെ 2 അറ്റങ്ങളാണ് ഹയർ വൈബ്രേഷനും ലോവർ വൈബ്രേഷനും. ഹയർ കുറേ കാലം നിർത്താൻ സാധിക്കില്ല, ലോവർ അതിന്ന് പുറത്ത് വരാൻ കുറേ കാലം എടുക്കും. അതാണ് ഈ 2 എണ്ണത്തിൻ്റെ കുഴപ്പം. പോസിറ്റീവ് ഇമോഷൻ, നെഗറ്റീവ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഒരു കുഴപ്പം. മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി. ഈവൻ ഭഗവത്ഗീതയിൽ പോലും കൃഷ്ണ തന്നെയാണ് പറയുന്നത്, ആനന്ദത്തോടെ ഇരിക്കൂ. നിങ്ങൾ ചെയ്യുന്ന വർക്കിന് ഒരിക്കലും റിസൾട്ട് ആഗ്രഹിക്കരുത്, പ്രതീക്ഷിക്കരുത്. എന്തിനങ്ങനെ പറയുന്നത്? മനസ്സ് ഫ്രീ ആയിരിക്കും, നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല, ഡിറ്റാച്ച്ഡ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കും. മനസ്സെപ്പോഴും ആനന്ദത്തിലായിരിക്കും, ടെൻഷൻ ഉണ്ടാവില്ല, വളരെ കാമായിരിക്കും. നിങ്ങൾ ചെയ്ത ആക്ഷൻസിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ടെൻഷൻ? സോ ഓട്ടോമാറ്റിക്കലി യു വിൽ ബി പോസിറ്റീവ്. അത് കാരണം വൈബ്രേഷൻ ഹൈ ആയിരിക്കും. അപ്പോൾ അതൊരു പെർഫെക്റ്റ് വഴിയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ, അല്ല എന്ന് പറയുന്നില്ല. ചോദ്യം ഇതാണ്, എത്ര പേർക്ക് മാസക്കണക്കോളം, വർഷക്കണക്കിന് നമ്മൾക്ക് നെഗറ്റീവേ ആവാതെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും? പറ്റിക്കലല്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ ഇഗ്നോർ ചെയ്ത് മറന്ന് കണ്ണടച്ച് കണ്ടില്ല എന്ന് നടച്ചുള്ള പോസിറ്റിവിറ്റി അല്ല പറയുന്നത്. വളരെ ജെന്യുവനായിട്ട്, ആത്മാർത്ഥമായിട്ട്, നമ്മൾ മനസ്സാക്ഷിയെ ചതിക്കാതെ വളരെ ജെന്യുവനായിട്ടുള്ള പോസിറ്റിവിറ്റി എത്ര പേർക്ക് സാധിക്കും? ഇമ്പോസിബിൾ അല്ലേ? കുറച്ച് ദിവസങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യും, അത് കഴിഞ്ഞാൽ അത് പോയി. സോ ക്വാണ്ടം ഫിസിക്സ് പറയുന്നു, ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ഹൈ ഓർ ലോ. പോസിറ്റീവും ഡിപ്പെൻഡ് ചെയ്യേണ്ട, നെഗറ്റീവും ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഹയർ വൈബ്രേഷൻ നോക്കണ്ട, ലോവർ വൈബ്രേഷൻ നോക്കണ്ട. പകരം ഈ സൃഷ്ടി എങ്ങനെ ഉണ്ടായി അതിൻ്റെ സോഴ്സിൽ മാത്രം ശ്രദ്ധിക്കൂ. അതിൻ്റെ സോഴ്സ് എന്താണ്? 0 അല്ലെങ്കിൽ ന്യൂട്രാലിറ്റി എന്ന് പറയും. കുറച്ചു മുമ്പ് സംസാരിച്ച ശൂന്യത. ഒരു മനുഷ്യന് അവരുടെ ശരീരത്തെയും മനസ്സിനെയും ഇമോഷൻസിനെയും കുറച്ച് ദൂരേക്ക് മാറ്റി നിർത്തി അവരുടെ എനർജികളെ, ഈ പ്രാണിക് എനർജികളെ, നമ്മുടെ ഉള്ളിൽ പറയുന്നില്ല, പ്രാണൻ എന്ന് പറയുന്നില്ലേ, അതൊരു എനർജിയാണ്. ഈ യൂണിവേഴ്സിൻ്റെ എനർജി തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും. നമ്മളുടെ ഉള്ളിലും മൃഗങ്ങളുടെ ഉള്ളിലും എല്ലാം സെയിമാണ്. ജീവൻ എന്ന് പറഞ്ഞ തുടിപ്പ് ഒരേതാണ്. ആ വൈബ്രേഷൻ എത്രത്തോളം പ്യുവറായിട്ട്, കാമായിട്ട്, സൈലൻ്റായിട്ട് വെക്കാൻ സാധിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ വൈബ്രേഷൻ ന്യൂട്രൽ ആയിരിക്കും, ശൂന്യത്തിന് വളരെ ക്ലോസ് ആയിരിക്കും. അതായത് ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഓംകാരം തുടങ്ങിയത്, പ്രണവമന്ത്രം തുടങ്ങിയത്, ഈ സൃഷ്ടി തന്നെ ആരംഭിച്ച ആ ശൂന്യതയുടെ അതേ വൈബ്രേഷനായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അപ്പം നിങ്ങൾ ആരായി ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ശൂന്യതയിൽ നിന്നാണ് ഈ മുഴുവൻ സൃഷ്ടി വന്നെങ്കിൽ നിങ്ങൾക്കും അതേ വൈബ്രേഷൻ വന്ന ഹു ആർ യു? ദ ക്രിയേറ്റർ ഇറ്റ് സെൽഫ് അല്ലേ? ക്രിയേഷൻ കൊണ്ടുവന്ന അതേ ക്രിയേറ്ററുടെ വൈബ്രേഷൻ തന്നെയാണ് നിങ്ങൾക്കിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക? നിങ്ങൾ ഇരുന്ന് വിഷൻ ബോർഡ് എഴുതേണ്ട ആവശ്യമുണ്ടോ? ലിസ്റ്റ് എഴുതേണ്ട ആവശ്യമുണ്ടോ? വിഷ്വലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നൗ യുവർ വൈബ്രേഷൻ തന്നെ അങ്ങനെയാണ്. നൗ ഇറ്റ്സ് വെരി വെരി ഈസി.
ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് വഴികൾ? പറഞ്ഞു ഓൾറെഡി 2 വഴികളുണ്ട്. ഒന്ന് ഇമോഷൻസ് ആണ്. ഇമോഷൻസ് നമുക്ക് ചെയ്യാം, ഒരിക്കലും അത് തെറ്റാണെന്നല്ല പറയുന്നത്, വളരെ ശരി തന്നെയാണ്. ഈവൻ സ്പിരിച്വാലിറ്റിയിൽ പോലെ അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇമോഷൻസ് എപ്പോഴും പോസിറ്റീവായി കീപ്പ് ചെയ്യുക. അങ്ങനെ കീപ്പ് ചെയ്താൽ, പോസിറ്റീവായിട്ട് വെച്ചാൽ, ആനന്ദപരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വൈബ്രേഷൻ ഹൈ ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് മാനിഫെസ്റ്റ് ആവും. സമയത്തെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല, സ്മൂത്ത്നെസ്, തടസ്സങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇല്ലാതെ അത് ഒഴുകി അങ്ങ് മാനിഫെസ്റ്റ് ആവും. ഇതാണ് ഇമോഷൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്താലുള്ളൊരു കാര്യം. പക്ഷേ അവിടെയുള്ളൊരു നെഗറ്റീവ് മീൻസ് ഒരു ഡിഫക്റ്റ് എന്താണ്? നിങ്ങൾക്കത് കീപ്പ് ചെയ്യാൻ പറ്റാറില്ല. എന്നും പോസിറ്റീവ് ഇരിക്കാൻ പറ്റാറില്ല, എന്നും ആനന്ദത്തോടെ നിലനിൽക്കാൻ പറ്റുന്നില്ല. ഒരു 3 ദിവസം നിങ്ങൾ പോസിറ്റീവായി, അപ്പോൾ മാനിഫെസ്റ്റേഷൻ സ്പീഡ് കൂടി. 4-ാം ദിവസം നെഗറ്റീവായി, അതങ്ങനെ പിന്നോട്ട് പോയി. പിന്നെ എന്തിനാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? റൈറ്റ്. സോ ക്വാണ്ടം ഫിസിക്സ് എന്താ പറയുന്നത്? ഇഗ്നോർ ദ ഹൈ ആൻഡ് ലോ. അവിടെ അങ്ങ് ശ്രദ്ധിക്കരുത്. കാരണം നമ്മൾ മനുഷ്യരാണ്, ജീവിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു കാട്ടിൽ ഒരു ഗുഹയിലല്ല ജീവിക്കുന്നത്. ഒരുപാട് മനുഷ്യരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. നമ്മൾക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും സാധിക്കില്ല, നമ്മൾക്ക് നമ്മളെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ഇഫ് യു ആർ എൻ എക്സ്പേർട്ട്, മനോനിയന്ത്രണത്തിൽ അത്രയും എക്സ്പേർട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ധൈര്യത്തിൽ നിങ്ങളത് ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, സത്യസന്ധമായി നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്ന് സ്വയം വിലയിരുത്തുക. എനിക്ക് എത്രത്തോളം എൻ്റെ മനസ്സിൻ്റെ കൈ നിൽക്കും? നന്നായി നിൽക്കുമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്, നിൽക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് സമ്മതിച്ചാലും അത് നല്ലതാണ്. സത്യസന്ധതയാണ് യൂണിവേഴ്സിന് എപ്പോഴും ഇഷ്ടം, ഒരിക്കലും ഫേക്ക് ചെയ്യലല്ല, ഇല്ലാത്ത പോസിറ്റിവിറ്റി അഭിനയിക്കലല്ല. അതാദ്യം മനസ്സിലാക്കുക. അത്രയും മനോനിയന്ത്രണം ഉണ്ടെങ്കിൽ ഇമോഷൻസോടെയുള്ള മാനിഫെസ്റ്റേഷൻ പോസിബിളാണ്. ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ അത് രണ്ടും ഡ്രോപ്പ് ചെയ്യുക. നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കരുത് എന്നാണ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഹൈ വൈബ്രേഷൻ ആണോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഞാനിപ്പോൾ നെഗറ്റീവായി ചിന്തിക്കുന്നു, അയ്യോ എൻ്റെ വൈബ്രേഷൻ താഴോട്ട് പോകുമല്ലോ എന്ന് പറഞ്ഞു പാനിക്കാവേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും മനസ്സ് നിങ്ങളുടെ കയ്യിൽ നിൽക്കാറില്ല, മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ മേലെയുണ്ട്. ഇരിക്കുന്ന സാഹചര്യം, ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു ലോകം, സമൂഹം എല്ലാം നമ്മുടെ ഇമോഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും ഉറപ്പിച്ചങ്ങ് പറയാൻ സാധിക്കില്ല. 4 ദിവസം പോസിറ്റീവ് ആണെങ്കിൽ നാളെയും നിങ്ങൾ പോസിറ്റീവായിരിക്കും ഒരിക്കലും പ്രോമിസ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ്. അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഹൈ ലോ എന്ന് ചിന്തിക്കണ്ട, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് എടുക്കണ്ട, ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ആശ്വാസമാണെന്ന് ഫീൽ ചെയ്തോ അല്ലേ? ഒന്ന് ഡ്രോപ്പ് ചെയ്തോളൂ. ന്യൂട്രൽ എന്ന് പറയുന്ന വഴിയുണ്ട്, ഹൈയും ലോ ഒന്നും വേണ്ട, ജസ്റ്റ് ഡ്രോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് എത്ര സമാധാനം വന്നു, എത്ര സ്ട്രെസ്സ് കുറഞ്ഞു. നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെസ്സ് സത്യസന്ധമായി പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളതല്ല, പോസിറ്റീവായിട്ട് ഇരിക്കണം എന്നാണല്ലോ ആ സാറ് പറഞ്ഞു തരുന്ന. പിന്നെ അങ്ങനെ തന്നെ ഇരിക്കണ്ടേ എന്നുള്ള കഷ്ടമല്ലേ? സത്യം പറയണം, അതല്ലേ മനസ്സിലെ ഏറ്റവും വലിയ സ്ട്രെസ്സ്. ചെറുതായിട്ടൊന്ന് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്താൽ അങ്ങനെ നിങ്ങൾ ടെൻഷൻ കൂടി, അയ്യോ വൈബ്രേഷൻ നെഗറ്റീവ് ആകുമോ, എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട് പാറ്റേൺസ് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴും പാനിക്കായി. ജീവിതത്തിലൊരു ചലഞ്ച് ഫേസ് ചെയ്യാണ്, നമുക്ക് അതിലും പോസിറ്റീവായി ചിന്തിക്കണമെങ്കിൽ, പോസിറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം കപ്പാസിറ്റി വേണം. ഇല്ലെങ്കിൽ കപ്പാസിറ്റിയിൽ ഇറ്റ്സ് ഓക്കെ, അതിലൊരു തെറ്റുമില്ല. മനുഷ്യൻ തന്നെയല്ലേ വിളിക്കുന്നത്, ദൈവമൊന്നുമല്ലല്ലോ നമ്മൾ. ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് ഫൈൻ. പക്ഷെ ആ സമയത്ത് നമ്മൾ മിക്ക ആൾക്കാരും എന്താ ചെയ്യുന്നത്, നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അവർ പാനിക്കാവും. ആ ടെൻഷൻ പിന്നെ കൂടുതൽ നെഗറ്റിവിറ്റി ആവും. പിന്നെ എങ്ങനെ നിങ്ങൾ പോസിറ്റീവ് ആവുക? ഒരിക്കലും അവസാനിക്കാത്തൊരു ലൂപ്പാണ്, ഒരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസാനമില്ലാത്ത ലൂപ്പാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ്, ഹൈ ലോ. ഞാനിപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഞാൻ നെഗറ്റീവ് ആയാൽ എൻ്റെ വൈബ്രേഷൻ കുറയില്ലേ, എൻ്റെ മാനിഫെസ്റ്റേഷൻ എഫക്റ്റ് ആവില്ലേ എന്നുള്ള അനാവശ്യമായ ഓവർ തിങ്കിങ്. അത് കാരണം നിങ്ങൾക്കൊരു പുതിയ ഒരു മെൻ്റൽ ഷെയ്ക്ക്നെസ്, ഒരു മെൻ്റൽ ഇൽനെസ് നിങ്ങൾക്ക് വരാതെ സൂക്ഷിക്കാം. അപ്പോൾ ആ കാര്യം വളരെ ക്ലിയർ ആൻഡ് കറക്റ്റായില്ലേ? അപ്പോൾ നമ്മളിവിടെ ഹൈയും ലോവും മാറ്റി വയ്ക്കുന്നു. ഇനി മെയിൻ പോയിൻ്റ് ശ്രദ്ധിച്ച് കേൾക്കുക, ന്യൂട്രൽ, ശൂന്യത. അതിൽ നിന്നാണ് ഈ ക്രിയേഷൻ മുഴുവനും ഉണ്ടായത്. അപ്പോൾ അതെന്താണ് വൈബ്രേഷൻ, അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മൾ ഉറങ്ങാൻ കിടക്കുകയാണ്, ഓക്കെ, രാത്രി 10 മണിക്കോ എപ്പോഴാണ് നിങ്ങളുടെ സമയം എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു. സ്വപ്നം ഒന്നും കണ്ടില്ല എന്ന് വിചാരിക്കുക, രാവിലെ ഉറങ്ങി എണീച്ചു, നേരത്തെ ഒരു സമയം നിങ്ങൾ എണീറ്റു. 10 മണിക്ക് കിടന്ന് നിങ്ങളൊരു 5 മണിക്ക് എണീറ്റു, സ്വപ്നമൊന്നും കണ്ടില്ല. ഈ സമയത്തിനിടയിൽ നിങ്ങൾ എവിടെയായിരുന്നു?
നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ? കുറച്ചൊന്ന് ആഴത്തിൽ ചിന്തിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഈ 10 മണി മുതൽ 5 മണി വരെ ഞാൻ എവിടെ പോയി? കണ്ണടച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ കണ്ണ് തുറന്നു. അതിൻ്റെ ഇടയിലുള്ള 7 അല്ലെങ്കിൽ 6, 7, 8 മണിക്കൂർ സമയം എങ്ങോട്ട് പോയി? അതെങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇത് എങ്ങോട്ട് പോയി? ഞാൻ എന്തുകൊണ്ട് എനിക്കറിഞ്ഞില്ല. ഞാൻ മരിച്ചൊന്നും പോയിട്ടില്ല അല്ലേ, ഐ എം ജസ്റ്റ് സ്ലീപ്പിംഗ്, ഉറങ്ങുന്നേ ഉള്ളൂ. പക്ഷെ ഇത്രയും സമയം എങ്ങനെ എൻ്റെ ശ്രദ്ധ വിട്ടിച്ചുകൊണ്ട് കടന്നുപോയി? ഈ സമയത്തിൻ്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത്? അതാണ് ദ മാജിക് ഓഫ് കോൺഷ്യസ്നെസ്. എന്താണ് കോൺഷ്യസ്നെസ്? കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പ്രാവശ്യം വാക്ക് കേട്ടിട്ടുണ്ടാവും. ബോധം, മലയാളത്തിൽ പറഞ്ഞ ബോധം, അവെയർനെസ്, ശ്രദ്ധ എന്നൊക്കെ പറയും. അതല്ല കറക്റ്റ് വേർഡ്, മലയാളത്തിന് അതിന് മാച്ചിങ് ആയിട്ടുള്ള വാക്കില്ല, അറിയാൻ വേണ്ടി പറയാണ്. ഒരു ബോധം എന്ന് നമുക്ക് പറയാം. ആ ഒരു 7 മണിക്കൂർ നിങ്ങളുടെ ശരീരവും മനസ്സും ഇമോഷൻസും പുറം ലോകത്തിൽ നിന്ന്, ഭൗതിക ലോകത്തിൽ നിന്ന് വിഡ്രോ ആയിരിക്കുകയാണ്, ഒന്ന് ഉൾവലിഞ്ഞിരിക്കുകയാണ്, ഒന്ന് അകന്നിരിക്കുകയാണ്. അവിടെ നിങ്ങളുടെ ശരീരം വർക്കാവുന്നുണ്ട്, ഹാർട്ടും ലങ്സൊക്കെ വർക്കായില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവനോടെ ഇരിക്കും അല്ലേ? പക്ഷെ ബോധം എന്ന് പറയുന്ന ഒരു ഫാക്ടർ, കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ചിന്തകൾ, ഇമോഷൻസ്, ശരീരത്തിലെ ഓരോ സെൻസേഷൻസ്, ഇതെല്ലാം അകന്നുപോയി, ഉൾവലിഞ്ഞു പോയി എന്ന് പറയും. നിങ്ങളുടെ ബോധത്തിൽ നിന്നും ഇതെല്ലാം അപ്രത്യക്ഷമായി. ഈവൻ യോഗയിൽ പോലും കറക്റ്റായി പറയുന്നുണ്ട്, ദൈവം എന്താണ് ചോദിക്കുമ്പോൾ യോഗികൾ ഇങ്ങനെയാണ് പറയുക, ഒന്നും അറിയാത്തൊരു സാധാരണ മനുഷ്യനോട് ഇങ്ങനെയാണ് പറയുക, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നില്ലേ? സ്വപ്നം കാണാതെ നിങ്ങൾ ഉറങ്ങുന്നില്ലേ? ആ സമയത്തിനിടയിലുള്ളൊരു ശൂന്യതയില്ലേ? നിങ്ങൾ അറിയാതെ പോകുന്നൊരു സമയമില്ലേ? അതാണ് ദൈവം എന്ന് യോഗികൾ പറയും. എംപ്റ്റിനെസ്, ശൂന്യത, അതാണ് ആ വൈബ്രേഷൻ. ഇതേത് തന്നെയാണ്. ഇപ്പോൾ എത്ര പേർക്ക് ഇവിടെ മെഡിറ്റേഷൻ ചെയ്ത അനുഭവം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം ധ്യാനം നന്നായിട്ട് പരിചയമുള്ള ആൾക്കാരെന്ന് ശ്രദ്ധിക്കുക. അവരിടയ്ക്ക് പറയുന്നത് കേൾക്കും, അവർ കണ്ണടച്ച മെഡിറ്റേഷൻ്റെ നിന്ന് കുറച്ച് കഴിഞ്ഞ് കണ്ണുറന്നു കഴിഞ്ഞാൽ അവർക്കറിയില്ല സമയം പോയത്. അവർ വിചാരിക്കുന്നു ഒരു 2 മിനിറ്റ് ഇരുന്നു, 5 മിനിറ്റ് ഇരുന്നു, 10 മിനിറ്റ് ഇരുന്നു, കണ്ണ് തുറക്കുമ്പോഴാണ് 30-40 മിനിറ്റ് പോയിട്ടുണ്ടാവും. പണ്ടത്തെ കഥകൾ കേട്ടല്ലോ, യോഗികളൊക്കെ തപസ്സിനിരുന്ന വർഷങ്ങളോളം ഇരിക്കുന്നു. അതവരിങ്ങനെ കലണ്ടർ നോക്കിയിരിക്കുകയല്ല, അവരാ ശരീരത്തെയും മനസ്സിനെയും ഇമോഷൻസിനെയും ദൂരേക്ക് മാറ്റുമ്പോൾ അഹത്തിൽ നിന്ന്, ബോധത്തിൽ നിന്ന് ഈ പറയുന്ന 3 അവർ ബോധപൂർവ്വം അകറ്റും. സാധാരണ ആൾക്കാർ ഉറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ നിന്ന് അത് അകലും. പക്ഷേ യോഗികൾ, നല്ല ആഴത്തിൽ തപസ് ചെയ്യുന്നവർ, അവർക്ക് സ്വയം, അതായത് നമ്മൾ പറയില്ല, ബൈ ഡിഫോൾട്ട് അവരുടെ ഇച്ഛാശക്തി കൊണ്ട് ഈ 3 ദൂരെ കൊണ്ടുപോകാൻ സാധിക്കും. അവർക്ക് അത്രയും വർഷങ്ങൾ സ്വന്തമായിട്ടൊരു ശരീരം ഉണ്ടെന്നോ, മനസ്സുണ്ടെന്നോ, വികാരങ്ങളുണ്ടെന്നോ, ശ്വാസമുണ്ടെന്നോ ഒന്നും അറിയില്ല. നിങ്ങൾ എത്രയോ കഥകൾ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ. തപസ് ചെയ്ത് ചുറ്റും ചെതല പിടിക്കുന്നത് വാൽമീകി, അങ്ങനെ ഒരുപാട് പേര് ശ്വാസം നിലച്ച് പോകുന്നത്. ഇപ്പോൾ വാരണാസിയിലെ കുംഭമേളയൊക്കെ വരുന്ന സമയത്ത് മണ്ണിനടിയിൽ കുഴിച്ചിടുന്ന യോഗികൾ, അഘോരികളൊക്കെ ഉണ്ട്. അവർക്കൊന്നും പറ്റില്ല. കാരണം ഇത് അമാനുഷികമെന്ന് ചിന്തിക്കുന്നതിനേക്കാളും അവരവരുടെ ശരീരത്തിൽ നിന്ന് ബോധം അകറ്റി വയ്ക്കുകയാണ്, അത്രേ ഉള്ളൂ. ബോഡി, മൈൻഡ് ആൻഡ് ഇമോഷൻ കുറച്ച് ദൂരെ വയ്ക്കുകയാണ്. നമ്മൾ ആ ലെവലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കുഴിച്ച് മൂടണ്ട, സമയമാകുമ്പോൾ നമ്മൾ കുഴിയിലേക്ക് പോയാൽ മതി. ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ശൂന്യത. എന്തിനാണ് അവരൊക്കെ ഈ ഒരു ശൂന്യതയ്ക്ക് വേണ്ടി ഓടുന്നത്? കാരണം അതാണ് സൃഷ്ടിയുടെ ഉറവിടം. പ്രണവമന്ത്രം പോലും ശൂന്യതയിലാണ്, അവിടെ നിന്നാണ് അത് ആരംഭിച്ചത്. ഇതിനെയാണ് ശിവൻ എന്ന് പറയുക. ഈ ശൂന്യതയിൽ നൃത്തമാടുന്നതാണ് ശക്തി, അതാണ് ഈ സൃഷ്ടി, പ്രകൃതി. ഇതാണ് ശിവനും ശക്തി. നിങ്ങൾക്ക് വേണ്ടത് ഹൈയും ലോയുമല്ല, ന്യൂട്രൽ, ശൂന്യം, ശിവൻ. ഇനി എന്താ ചെയ്യേണ്ട? അമ്പലത്തിൽ പോകണോ? അല്ല, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന വൈബ്രേഷൻ മാത്രമാണ്. ശിവൻ എന്ന് പറയുമ്പോൾ ഞാനൊരു മൂർത്തിയല്ല പറയുന്നത്, ഒരു എനർജിയാണ് പറയുന്നത്. ഇനി ഈ ന്യൂട്രാലിറ്റി, ഇപ്പോൾ ഏകദേശം തിയറി മനസ്സിലായി. ഞാൻ എൻ്റെ ബെസ്റ്റ് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് പറയാൻ. കുറച്ച് കഷ്ടമാണ് ഇത് വളരെ സിമ്പിളാക്കാൻ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എങ്ങനെ നമ്മൾക്ക് ഈ വൈബ്രേഷൻ എടുക്കാം? നമ്മളെങ്ങനെ വീഡിയോ തുടങ്ങിയത്, എങ്ങനെയാണ് വൈബ്രേഷൻ, ഞാൻ ലോ ഓഫ് വൈബ്രേഷൻ പറഞ്ഞു, എങ്ങനെയാണ് ഈ വൈബ്രേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതിനാണ് ഈ വീഡിയോ. സോ എങ്ങനെ നമ്മൾക്ക് ന്യൂട്രലിലേക്ക് വരാം, വോയിഡിലേക്ക് വരാം? ഞാൻ ആദ്യം പറഞ്ഞ അതേ സംഭവം. നിങ്ങൾ ഉറങ്ങുന്നില്ലേ? രാത്രി 10 മണിക്ക് കിടക്കുന്നു, 5-6 മണിക്ക് എണീക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു ശൂന്യതയുണ്ട്.
ആ ശൂന്യത നിങ്ങൾക്ക് എത്രത്തോളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങളുടെ വൈബ്രേഷൻ ന്യൂട്രൽ ആയിരിക്കും, അത്രത്തോളം മാനിഫെസ്റ്റേഷൻ മിന്നൽ പോലെ വരും, മിന്നൽ പോലെ. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താ തെളിവ് അല്ലേ? എന്തായാലും വീഡിയോ കാണുമ്പോൾ ഒരു 10,000 പേര് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു 2 പേർക്ക് ദേഷ്യം ഉണ്ടാവും അല്ലേ, ലോ ഓഫ് അട്രാക്ഷൻ എഗെയിൻസ്റ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കുള്ള ന്യായമായ ചോദ്യമാണ്, എന്താണ് തെളിവ്, എന്താണ് ഇതിനൊരു അടിസ്ഥാനം? വെരി സിമ്പിൾ. നിങ്ങളുടെ സ്വന്തം ലൈഫ് നോക്കിയാൽ മതി. എൻ്റെ കാര്യം കൊണ്ട് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് എന്നെ അറിയില്ല. എനിക്ക് വേണമെങ്കിൽ ഇവിടെ കള്ളം പറയാലോ അല്ലേ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് കള്ളം പറയാലോ. സോ നിങ്ങളുടെ സ്വന്തം ജീവിതം നോക്കുക, നിങ്ങൾക്കൊരിക്കലും ആ കള്ളം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സ്വന്തം എക്സാമ്പിൾ നോക്കാൻ പറയുന്നത്, പകരം ബാക്കിയുള്ളവരെ അവഗണിക്കാൻ പറയുന്നത്. നിങ്ങൾ ജീവിതത്തിൽ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് വേണം, അവൻ അതിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു വ്യക്തിക്ക് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അങ്ങനെയൊന്നുമില്ല, അവന് പൈസ വേണമെന്നേ ഉള്ളൂ, റിലേഷൻഷിപ്പൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്താൽ മനസ്സിലാവും, ആ റിലേഷൻഷിപ്പിനെ മൈൻഡ് ചെയ്യാത്തവന് നല്ല റിലേഷൻഷിപ്പ് കിട്ടും. അവന് വെൽത്താ വേണ്ട, പക്ഷെ അത് കിട്ടില്ല. പിന്നെ വെൽത്ത് വേണമെന്ന് മീൻസ് ഈ റിലേഷൻഷിപ്പ് വേണം പറഞ്ഞ് നടന്നവന് വെൽത്ത് കിട്ടും, മെല്ലെ മെല്ലെ കിട്ടും. സ്റ്റേജസ് ഉണ്ട്, ഒറ്റയടിക്കങ്ങ് ലോട്ടറി അടിക്കല്ല. ലോട്ടറി അടിക്കൽ പരിപാടിയെ നിങ്ങൾ വിട്ടോളൂ, അത് ശരിയല്ല. അതല്ല ഞാൻ പറയുന്നത്, സിസ്റ്റമാറ്റിക്കായിട്ട് ആ വെൽത്ത് ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അവൻ ആഗ്രഹിച്ച സാധനം കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഒരാൾ ആഗ്രഹിക്കുന്നത് കിട്ടില്ല, അവൻ മൈൻഡേ ചെയ്യാത്തത് കിട്ടും. സ്വന്തം ലൈഫിൽ ആലോചിക്കൂ, നിങ്ങൾ ചോദിച്ചതൊന്നും കിട്ടില്ല, ചോദിക്കാത്തതൊക്കെ കിട്ടും. അതെന്താ അങ്ങനെ വർക്കാവുന്നത്? കാരണം ആ ഒരു ആഗ്രഹം നിങ്ങൾ സബ് കോൺഷ്യസ്, ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ആഗ്രഹവും ഉണ്ടാവണമെന്നൊന്നുമില്ല, പക്ഷെ അതിൻ്റെ വൈബ്രേഷൻ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. അത് കുറച്ചും കൂടി ഡീപ്പർ സയൻസാണ്, പാസ്റ്റ് ലൈഫ് അത് ഇത് അങ്ങനെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പകരം ഇത്ര മനസ്സിലാക്കുക, നിങ്ങൾ ആ ഒരു ആഗ്രഹത്തെ അധികം മൈൻഡ് ചെയ്യുന്നില്ല പറഞ്ഞാൽ അധികം അറ്റൻഷൻ കൊടുക്കുന്നില്ല, ശ്രദ്ധ കൊടുക്കുന്നില്ല, നിങ്ങൾ അതിന് ചുമ്മാ എറിയാണ്. ഇങ്ങനെ ലെറ്റ് ഗോ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ലെറ്റ് ഗോ അല്ല, എക്സാക്ട്ലി ഒരു ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയും. ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യുന്നതും ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ തിയറി ആയിട്ടും നല്ല കണക്ഷനില്ലേ? ശരീരത്തെയും മനസ്സിനെയും ഇമോഷൻസിനെയും ദൂരേക്ക് കൊണ്ടുപോയാൽ നിങ്ങളുടെ വൈബ്രേഷൻ ന്യൂട്രൽ ആകും. എന്നോട് പറയാണ്, ശരീരം, മനസ്സ്, വികാരങ്ങൾ, ഈ മൂന്നെണ്ണത്തെയും നിങ്ങളുടെ എനർജിയുമായിട്ടൊന്ന് അകറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വൈബ്രേഷൻ ന്യൂട്രൽ ആകും. ആ വൈബ്രേഷനിൽ നിന്നും എന്ത് വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാം. ഇനി അവൻ ചെയ്ത കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവനൊരു കാര്യം നന്നായിട്ട് ആഗ്രഹിക്കുന്നു, ചേർത്ത് പിടിക്കുന്നു. മറ്റൊരു കാര്യം അവന് വലിയ താല്പര്യമൊന്നുമില്ല, അവൻ അങ്ങനെ ദൂരേക്ക് പിടിച്ചു. അതായത് എന്താണ് ദൂരേക്ക് പിടിക്കുന്നത്? ചിന്തകളെ. മനസ്സ് എന്ന് പറയുന്ന ഫുൾ മനസ്സിനെയൊന്നുമല്ല, ഒരു പർട്ടിക്കുലർ തോട്ടിനെ മാത്രം അവൻ ദൂരേക്ക് പിടിക്കുകയാണ്. അവിടെ അവൻ പോലും അറിയാതെ ആ ഒരു അകൽച്ച കാരണം ആ ഒരു ഡിസയറിലേക്ക് മാത്രം ഈ പറയുന്ന ന്യൂട്രൽ വൈബ്രേഷൻ ചാനലാകും. ഇപ്പോൾ യോഗികളുടെ കാര്യം എടുത്താലും അവർക്ക് പല സിദ്ധികളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതവർ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ല, ഒരു കാരണവശാലും ഒരു സിദ്ധി അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റില്ല, അതൊരാൾക്ക് തനിയെ വരുന്നതാണ്. അതേപോലെ ഇവർ ആ ഒരു ഡിസയറിനെ അകറ്റിപ്പിടിക്കും തോറും അവർക്കത് അടുത്ത് വന്നുകൊണ്ടിരിക്കും. ബിക്കോസ് ദേ ആർ ചാർജിങ് ഇറ്റ് വിത്ത് ന്യൂട്രൽ വൈബ്രേഷൻ. അത് അവർക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതല്ലേ ലെറ്റ് ഗോ? നോട്ട് എക്സാക്ട്ലി. രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങളൊരു ആ ന്യൂട്രൽ വൈബ്രേഷൻ്റെ ഒരു ഇപ്പോൾ CI മെഡിറ്റേഷൻ ഞാൻ ഉദ്ദേശിച്ചത് ഈ മാസം എൻഡിൽ അത് എന്തായാലും വരും കേട്ടോ. അത് നിങ്ങൾക്ക് ചെയ്യുമ്പം ഞാൻ പറയുന്നത് മനസ്സിലാവും, എന്താണ് ഈ ന്യൂട്രൽ വൈബ്രേഷൻ എന്നുള്ളത്, ലെറ്റ് ഗോ അല്ല എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, എക്സാമ്പിൾ മനസ്സിലായില്ലേ? സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് ആ ന്യൂട്രൽ വൈബ്രേഷനിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ആ മെഡിറ്റേഷൻ ഇട്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ നിങ്ങൾക്ക് ഇപ്പോഴും ഇത്ര കാലമായിട്ടും ഇത്രയും യോഗ ഡെവലപ്പായ ശേഷവും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ചെറിയ മെഡിറ്റേഷൻ ചെയ്യാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങളത് പഠിക്കാൻ ആരംഭിക്കുക. അതിന് വേണ്ടി നിങ്ങൾ ഒരു സ്കൂളിലേക്കും പോകേണ്ട ആവശ്യമില്ല, ഒരു സ്റ്റുഡിയോയിലും അഡ്മിഷൻ എടുക്കണ്ട, നിങ്ങളതൊന്നും ചെയ്യണ്ട. എൻ്റെ ചാനലിൽ തന്നെ ഞാൻ അതിൻ്റെ മെഡിറ്റേഷൻ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലൊന്ന് പിൻ ചെയ്തിടാം കേട്ടോ. എൻ്റെ തന്നെ മെഡിറ്റേഷനാണ്, ഞാൻ അവിടെ ഒന്ന് CI മെഡിറ്റേഷൻ അല്ല, എൻ്റെ വേറെ ചാനലൊരു മെഡിറ്റേഷനാണ്, ഞാൻ അവിടെ പിൻ ചെയ്തിടാം. കമൻറ്റ് സെക്ഷനിലൊന്ന് പിൻ ചെയ്ത് ഇടാം. നിങ്ങളത് കേൾക്കുക, കേട്ട് വെറുതെ ഇരിക്കില്ല, ആ മെഡിറ്റേഷൻ ചെയ്യുക. അതൊന്ന് ചെയ്ത് മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഹൈ വൈബ്രേഷൻ എന്നുള്ളത്.
അതൊന്ന് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ സ്വന്തം വൈബ്രേഷൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ ഹൈ വൈബ്രേഷൻ, എന്താണ് ഈ ന്യൂട്രൽ വൈബ്രേഷൻ, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും പൊക്കി പറയുന്നത് എന്നുള്ളത് ആ ഒരു മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഇത്രേ കവർ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇമോഷൻ നോക്കി, ന്യൂട്രൽ വൈബ്രേഷൻ നോക്കി, അതിൻ്റെ പവറും നോക്കി. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം.